വെൽക്കം ബാക്ക് ടു നാറ്റ് ഡെമി. എല്ലാ വിദ്യാർത്ഥികൾക്കും നാറ്റ് ഡെമിയുടെ മറ്റൊരു എക്സാം ഓറിയന്റേഷൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സബ്ജക്ട് കമ്പ്യൂട്ടർ ആൻഡ് ഓഫീസ് ആപ്ലിക്കേഷൻ എന്ന സബ്ജക്ട് ആണ്. ഓക്കെ, അപ്പോൾ ഒരുവിധം എല്ലാ കോഴ്സിലും അല്ലെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, സയൻസ് ആയിക്കോട്ടെ, ഇതിലെല്ലാം കോമൺ ആയിട്ട് വരുന്ന സബ്ജക്ട് ആണ് ഇന്ന് കമ്പ്യൂട്ടർ ആൻഡ് ഓഫീസ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സബ്ജക്റ്റിന്റെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യോത്തരങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളുടെ ഈ സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആണ്, കമ്പ്യൂട്ടർ ആൻഡ് ഓഫീസ് ആപ്ലിക്കേഷന്റെ മാത്രമായിട്ടുള്ള രണ്ടാമത്തെ വീഡിയോ ആണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. സോ നിങ്ങൾ പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോസ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ആ വീഡിയോസ് വാച്ച് ചെയ്യുക. അതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കാരണം ഇതിനു മുമ്പ് വന്നതും അതുപോലെ തന്നെ വരാൻ സാധ്യത ഉള്ളതുമായിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ക്ലാസ്സിലും നമ്മൾ ഉദ്ദേശിക്കുന്നതും നമ്മൾ കുറച്ചധികം ക്വസ്റ്റ്യൻസുകൾ ഡിസ്കസ് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ക്ലാസ്സിൽ നമ്മളുടെ അവസാനത്തെ ചാപ്റ്ററുകളായിട്ടുള്ള ഓഫീസ് പ്രൊഡക്ടിവിറ്റി ടൂൾസിന്റെ അല്ലെ, ഓഫീസ് പ്രൊഡക്ടിവിറ്റി ടൂൾസ് എന്നുള്ള നമ്മുടെ പാർട്ട് 1 പാർട്ട് 2 എന്നുള്ള രീതിയിലായിട്ട് 2 ചാപ്റ്ററുകളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അതിൽ നമ്മൾ മൈക്രോസോഫ്റ്റിന്റെ വേർഡ്, എക്സൽ, അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റിന്റെ പ്രസന്റേഷൻ, പവർ പോയിന്റ് പ്രസന്റേഷൻ, ആക്സസ്, ഇങ്ങനെ 4 സോഫ്റ്റ്വെയറുകളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ സോഫ്റ്റ്വെയറുകളിൽ നിന്ന് നമുക്ക് തിയറി പേപ്പറിൽ നമുക്കറിയാം, നമുക്ക് 2 ടൈപ്പ് എക്സാമിൽ വരാറുണ്ട്, പ്രാക്ടിക്കലും തിയറിയും അല്ലെ. അപ്പോൾ തിയറി എക്സാമിന് നമുക്ക് ഒരു പ്രോബ്ലം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, അഥവാ ഒരു പ്രാക്ടിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വർക്ക് നമ്മളോട് എന്തായാലും ചോദിക്കാറുണ്ട്. അതൊരു 90% നമുക്ക് എക്സലിൽ നിന്നാണ് നമുക്ക് അത് വരാറുള്ളത്. സോ ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഡിസ്കഷനിൽ നമ്മൾ അവസാനത്തിൽ നമ്മൾ അതൊന്ന് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ആ ഒരു ക്വസ്റ്റ്യന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് തിയറി പേപ്പറിൽ പാസ് ആവാൻ വേണ്ട മാർക്ക് എന്ന് പറയുന്നത് 10 മാർക്കാണ് ടോട്ടൽ വേണ്ടത് അല്ലെ. അതിൽ 4 മാർക്ക് നിങ്ങൾക്ക് ഇതിൽ തന്നെ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ വെറും 6 മാർക്ക് നമുക്ക് കണ്ടെത്തിയാൽ മതി അല്ലെ. അപ്പൊ ഈ ഒരു ഭാഗം സിമ്പിൾ ആണ്, അത് നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ഇതിലൂടെ ഈ ഒരു സെഷനിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് റെഡിയാക്കാം. ഓക്കെ, സോ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലോട്ട് കടക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, 1 മാർക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ അതിൽ ഫസ്റ്റ് വൺ എന്താണ്, വാട്ട് ഇസ് ദ റിബൺ ഇൻ മൈക്രോസോഫ്റ്റ് വേർഡ് ഹെൽപ്സ് യു ഡു. അതായത് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് കൂടുതൽ എഴുതുന്ന ചാപ്റ്റർ ആണ് ഇത് അല്ലെ. ഈ ഒരു ചാപ്റ്ററുകളിൽ നിന്നാണ് നമുക്ക് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസുകൾ വരുന്നത്. ഓക്കെ, ഈ ഒരു 4 സോഫ്റ്റ്വെയറുകളിൽ നിന്നായിട്ട്. ഓക്കെ, ഏതായാലും നമുക്ക് ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ഓക്കെ, ഫസ്റ്റ് വൺ, വാട്ട് ഡസ് ദ റിബൺ ഇൻ മൈക്രോസോഫ്റ്റ് വേർഡ് ഹെൽപ്പ് യു ഡു. റിബൺ മോഡൽ അല്ലെ, റിബൺ നമുക്ക് വേർഡിൽ റിബൺ ഫോർമാറ്റ് തന്നെയാണ്, എക്സലിൽ റിബൺ ഫോർമാറ്റ് തന്നെയാണ്, പവർ പോയിന്റ് പ്രസന്റേഷനിലൊക്കെ നമുക്ക് റിബൺ ഫോർമാറ്റ് തന്നെയാണുള്ളത് അല്ലെ, ആക്സസിലൊക്കെ ആ രൂപത്തിൽ തന്നെയാണ്. അപ്പൊ ഈ റിബൺ ഫോർമാറ്റ് എന്ന് പറയുന്നത് മീൻസ് റിബൺ എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ദ റിബൺ ഹെൽപ്സ് യു ക്വിക്ലി ഫൈൻഡ് കമാൻഡ്സ് യു നീഡ് ടു കംപ്ലീറ്റ് ദ ടാസ്ക് ഇൻ മൈക്രോസോഫ്റ്റ് വേർഡ്. അപ്പോൾ മൈക്രോസോഫ്റ്റ് വേർഡിലെ അല്ലെ ഏതിലായാലും ഒരു ടാസ്കുകൾ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വിക്ക് ആക്സസ് ടൂൾ ബാറുകളൊക്കെ അല്ലെ, ക്വിക്ക് ടൂൾ ബാറുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ റിബൺ എന്ന് പറയുന്ന രൂപത്തിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അഥവാ ഇപ്പോൾ നമുക്ക് ഹോം എന്ന് പറയുന്നതിന്റെ കീഴിൽ ഒരുപാട് ടാസ്കുകൾ ഉണ്ടാവും, ഇനി ഇൻസർട്ട് എന്ന് പറയുന്നതിന്റെ കീഴിൽ ഒരുപാട് ടാസ്കുകൾ ഉണ്ടാവും. അങ്ങനെ ഓരോന്നിനും പ്രത്യേകമായിട്ടുള്ള ടാസ്കുകൾ എന്ത് ചെയ്യുന്നത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും, ഓരോ കാര്യത്തിനും ഓറിയന്റ് ആയിട്ട്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യമാണ് റിബൺ എന്ന് പറയുന്ന സംവിധാനം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഹൗ ഡു യു സ്റ്റാർട്ട് ദ വേർഡ് പ്രോഗ്രാം ഇൻ മൈക്രോസോഫ്റ്റ് ഓഫീസ്. മൈക്രോസോഫ്റ്റ് ഓഫീസിൽ നമ്മൾ എങ്ങനെയാണ് വേർഡ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സിമ്പിൾ ആണ്, എങ്ങനെയാണ് നമ്മൾ ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അവിടെ എഴുതി വെക്കേണ്ടത് എന്നുള്ളതാണ്. ഈ രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് കീ കോമ്പിനേഷൻ ഈസ് യൂസ്ഡ് ടു സേവ് എ ഡോക്യുമെന്റ് ഇൻ വേർഡ്. വേർഡിൽ നമ്മൾ സേവ് ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കീ കോമ്പിനേഷൻ അഥവാ ഷോർട്ട് കീസ് ഏതൊക്കെയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ എന്താണ് ആ ഷോർട്ട് കീസ്, Ctrl+S ആണ് അല്ലെ. Ctrl+S എന്ന് പറയുന്നത് സേവ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കേണ്ട മറ്റു ചില കോമ്പിനേഷൻസ് എന്ന് പറയുന്നത് Ctrl+E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾക്ക് നിങ്ങളുടെ പേജിനറ്റ് എൻഡിലോട്ട് വരാൻ വേണ്ടിയിട്ടാണ് Ctrl+E ഉപയോഗിക്കുന്നത്. പിന്നെ Ctrl+C എന്താണ് നമ്മൾ കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ Ctrl+V നമ്മൾ പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, Ctrl+X എന്ന് പറയുന്നത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇതൊക്കെ കോമൺലി നമ്മളോട് ചോദിക്കുന്ന സാധനമാണ്. ഓക്കെ, അതുപോലെ തന്നെ Ctrl+Z നമ്മളോട് ഉണ്ടോ ഒക്കെ ചോദിക്കും, മീൻസ് പ്രീവിയസ് ഭാഗത്തും ചെയ്തതിന്റെ പുറകിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ Ctrl+Z ആണ് ചെയ്യാറുള്ളത്. സോ അങ്ങനെ നമ്മൾ കോമൺ ആയിട്ട് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക, പഠിച്ചു വെക്കുക. എന്തായാലും അതുപോലെ 1 മാർക്ക് ക്വസ്റ്റ്യൻസിന് പൊതുവെ കാണാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, വാട്ട് ഈസ് ദ ഫംഗ്ഷൻസ് ഓഫ് വെർട്ടിക്കൽ സ്കോർ ബാർ ഇൻ വേർഡ്. വെർട്ടിക്കൽ സ്കോർ ബാറിന്റെ ഫംഗ്ഷൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. വെർട്ടിക്കൽ സ്കോർ ബാർ അല്ലെ, നമ്മൾ വെർട്ടിക്കൽ ആയിട്ട് കാണുന്ന ആ സ്കോർ ബാർസ് ആണ്. അതിന്റെ ഫംഗ്ഷൻ എന്താണ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡോക്യുമെന്റ്സ് നമുക്ക് മൂവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ സ്ക്രോൾ ബാർസ് ആണ്. നെക്സ്റ്റ്, വിച്ച് കീ ഈസ് യൂസ്ഡ് ടു ഇൻസർട്ട് ന്യൂ ഡോക്യുമെന്റ് ഇൻ വേർഡ്. അപ്പോൾ ഇതും ഷോർട്ട് കീസിന്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ന്യൂ ഡോക്യുമെന്റ് നമ്മൾ ഇൻസർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് കീസ് ഏതാണെന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. ഏതാണ്, Ctrl+N ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അതിനെ കാണിക്കാം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഷോർട്ട് കേസിന്റെ ക്വസ്റ്റ്യൻ തന്നെയാണ് നെക്സ്റ്റ് വന്നത്. ഇതൊക്കെ നമുക്ക് പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, വാട്ട് ഈസ് ഷോർട്ട് കട്ട് ഫോർ ഓപ്പണിംഗ് ആൻ എക്സിസ്റ്റിംഗ് ഡോക്യുമെന്റ് ഇൻ വേർഡ്. എക്സിസ്റ്റിംഗ് ആയിട്ട് കിടക്കുന്ന മീൻസ് നമ്മൾ ഒരു എക്സിസ്റ്റിംഗ് ഡോക്യുമെന്റ് നമ്മൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വേർഡിൽ നമ്മൾ ഏത് ഷോർട്ട് കീയാണ് ഉപയോഗിക്കേണ്ടത് എന്നാണ്. നമ്മൾ നോർമലി നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഫയലിൽ പോയിട്ട് ഫയലിൽ ഓപ്പൺ എന്നുള്ള രൂപത്തിലാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, നമ്മൾ ചെയ്യാറുള്ളത്. ബട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ Ctrl+O അല്ലെ, Ctrl+Open എന്നുള്ള രൂപത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ,
നെക്സ്റ്റ്, ഹൗ ക്യാൻ യു ക്വിക്ക്ലി ആക്സസ് റീസെന്റ് വർക്ക് ബുക്ക് ഇൻ ഈ എക്സലിൽ നമുക്ക് എങ്ങനെ റീസെന്റ് വർക്ക് ബുക്കുകൾ കിട്ടുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഓഫീസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഓഫീസ് ബട്ടണിൽ എന്തുണ്ടായിരിക്കും, നമ്മൾ ഒരു റീസെന്റ് ആയിട്ട് വന്നെടുക്കുന്ന ഒരുപാട് വർക്ക് ബുക്കുകൾ ഉണ്ടാവും അല്ലെ. അത് മീൻസ് നമുക്ക് ക്വിക്ക് ആക്സസ് ആണ് അല്ലെ. നമുക്ക് അതിന്റെ ഒരു ഹോം ബട്ടൺ അല്ലെ, ആ ഒരു എക്സലിന്റെ ഹോമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഓൾറെഡി റീസെന്റ് ആയിട്ട് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുള്ള സാധനം അവിടെ വന്ന് കിടക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, സോ അതിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ് എന്നുള്ളതാണ്. നെക്സ്റ്റ്, വാട്ട് ഈസ് എ വർക്ക്ഷീറ്റ് ഇൻ മൈക്രോസോഫ്റ്റ് എക്സൽ. ഇനി ഒരു എക്സലിൽ ഒരു വർക്ക്ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓക്കെ, എന്താണ് വർക്ക്ഷീറ്റ് എന്ന് പറഞ്ഞാൽ മൈക്രോസോഫ്റ്റ് സ്പ്രെഡ്ഷീറ്റ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ വർക്ക്ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ വർക്ക്ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഗ്രിഡ് ഓഫ് കോളംസ് ആൻഡ് റോസ് യൂസ് ടു ഓർഗനൈസ് സ്റ്റോർ ഡാറ്റ വിത്തിൻ ആൻ എക്സൽ വർക്ക് ബുക്ക്. ഒരു എക്സൽ വർക്ക് ബുക്കിൽ നമ്മൾ റോസ് ആൻഡ് കോളംസിന്റെ അടങ്ങിയിട്ടുള്ള ഒരു ഗ്രിഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നമ്മൾ ഈ ഒരു വർക്ക്ഷീറ്റ് എന്ന് വിളിക്കുന്നത്. മീൻസ് നമ്മൾ ഡാറ്റകൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇങ്ങനെ കോളംസ് ആൻഡ് റോസ് അടങ്ങിയിട്ടുള്ള ആ ഒരു ഗ്രിഡുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നമ്മൾ ഒരു വർക്ക് ഷീറ്റ് എന്ന് വിളിക്കുന്നത്. നമുക്ക് എത്ര ഷീറ്റ് ആണെന്നുണ്ടെങ്കിലും ഒരു വർക്ക് ബുക്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, മീൻസ് വർക്ക് ബുക്കും വർക്ക് ഷീറ്റും വ്യത്യാസമുണ്ട്. വർക്ക് ബുക്ക് എന്ന് പറയുന്നത് നമ്മുടെ വോൾ ഇന്റർഫേസ് ആണെന്നുണ്ടെങ്കിൽ വർക്ക് ഷീറ്റ് എന്ന് പറയുന്നത് അതിന്റെ തൊട്ട് താഴെ ഇടാം ഷീറ്റ് നമ്പർ 1, ഷീറ്റ് നമ്പർ 2 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എത്ര ഷീറ്റ് വേണമെങ്കിലും അതിൽ എന്ത് ചെയ്യാം, നമുക്ക് ഉണ്ടാക്കാം എന്നാണ് പറയുന്നത്. ഒരുപാട് ഷീറ്റുകൾ ഉണ്ടാക്കാം. ഓക്കെ, നെക്സ്റ്റ്, ഹൗ ഡു യു ഇൻസേർട്ട് ന്യൂ വർക്ക് ഷീറ്റ് ഇൻ എക്സൽ. എക്സലിൽ നമ്മൾ എങ്ങനെയാണ് ഒരു പുതിയൊരു വർക്ക് ഷീറ്റ് ഇൻസേർട്ട് ചെയ്യുന്നത്? സോ നമുക്ക് എന്ത് ചെയ്യാം, ഇൻസേർട്ട് എന്ന് പറയുന്ന വർക്ക് ഷീറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു പ്ലസ് ചിഹ്നം ഉണ്ടാവും താഴെ, അതിൽ നമുക്ക് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, വാട്ട് ഡസ് ദ നെയിം ബോക്സ് ഡിസ്പ്ലേ ഇൻ എക്സൽ. എക്സലിൽ നെയിം ബോക്സ് എന്താണ് ഡിസ്പ്ലേ ചെയ്യുന്നത്? അപ്പൊ നമുക്ക് എക്സലിൽ ഒരു നെയിം ബോക്സ് ഉണ്ടാവും, നമുക്ക് ഫോർമുല ബോക്സ് ഉണ്ടാവും, നെയിം ബോക്സ് ഉണ്ടാവും. ഫോർമുല ബോക്സിൽ നമുക്ക് കാണിക്കുന്നത് എന്താണ്, ഒരു സെല്ലിൽ നമ്മൾ ഫോർമുലാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫോർമുലാസ് നമുക്ക് ഫോർമുല ബാറിൽ കാണിക്കും. ഇനി നേരെ മറിച്ച് ഇനി നെയിം ബോക്സ് എന്ന് പറയുന്നത് എന്താണ് കാണിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെയിം ബോക്സ് ഡിസ്പ്ലേസ് ദ ആക്റ്റീവ് സെൽ അഡ്രസ് ഓർ നെയിം അസൈൻ ടു ദ ആക്റ്റീവ് സെൽ. ആക്റ്റീവ് സെൽ അഡ്രസ്. ഓക്കെ, അതായത് ഏതാണോ സെല്ല്, മീൻസ് നമ്മളിപ്പോൾ ഒരു സെല്ലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സെല്ലിന്റെ പേര് എന്താണ് എന്നുള്ളതായിരിക്കും എന്തായിരിക്കും, മീൻസ് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുള്ള സെല്ലിന്റെ പേരായിരിക്കും നമ്മുടെ നെയിം ബോക്സിൽ കാണിക്കാം. അപ്പൊ അതാണ് മീൻസ് ഇനിയിപ്പോൾ നമ്മളൊരു റേഞ്ച് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ, നമ്മളിപ്പോൾ ഒരു 5-6 സെല്ല് നമ്മൾ ക്രിയേറ്റ് ചെയ്തു, ഒരു റേഞ്ച് പേരിട്ടു. ആ റേഞ്ചിന് പേരിട്ട് കഴിഞ്ഞാൽ റേഞ്ച് എന്ന രൂപത്തിൽ പേര് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഭാഗം പോർഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ റേഞ്ചിന്റെ പേര് ഇവിടെ കാണിക്കും, ആ നെയിം ബോക്സിൽ കാണിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫോർമുല ബാറും നെയിം ബോക്സും രണ്ടും ഡിഫറെന്റ് ആണ് അല്ലെ. ഓക്കെ, ഒന്നിൽ ഫോർമുല മാത്രമാണ് കാണിക്കാം, മറ്റതിൽ എന്താണ് നെയിം ആണ് കാണിക്കാം. സോ അതാണ് നമ്മളുടെ ഈ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഇതിന് മുമ്പ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് നോക്കാം, എക്സ്പ്ലെയിൻ ഹൗ ടു സേവ് എ ന്യൂ ഡോക്യുമെന്റ് ഇൻ ദ വേർഡ് യൂസിംഗ് ദ സേവ് ആസ് ഡയലോഗ് ബോക്സ്. അപ്പോൾ സേവ് ആസ് ഡയലോഗ് ബോക്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ വേർഡിൽ നമ്മൾ എങ്ങനെയാണ് ഒരു സേവ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പുകളാണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. സോ എങ്ങനെയാണ്, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു ഓഫീസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, ശേഷം സേവ് ആസ് കൊടുക്കുന്നു. ഇൻ ദ സേവ് ആസ് ബട്ടൺ, സേവ് ആസ് ഡയലോഗ് ബോക്സ്, ചൂസ് ദ ലൊക്കേഷൻ ടു സേവ്, എന്റർ ദ ഫയൽ നെയിം ആൻഡ് ക്ലിക്ക് സേവ് അല്ലേ. നമ്മൾ ഡയലോഗ് ബോക്സ് ഓപ്പൺ ആവും, അതിൽ നമുക്ക് എന്ത് ചെയ്യാം, എവിടെയാണ് സേവ് ചെയ്യേണ്ടത് ആ ഒരു ഫോൾഡർ നമ്മൾ സെലക്ട് ചെയ്യുന്നു, അവിടെ നമ്മൾ ആവശ്യമുള്ള പേര് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, സേവ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ പാസ്വേഡ് പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സേവിന്റെ തൊട്ടടുത്ത ടൂൾസ് എന്ന് പറയുന്നത് ഉണ്ടാവും, അതിൽ ജനറൽ ഓപ്ഷൻസ് ഉണ്ടാവും. ജനറൽ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാനും പറ്റും അല്ലെ. എക്സൽ ഷീറ്റിൽ നമുക്ക് പാസ്വേഡ് കൊടുക്കാനും ആ ഒരു സേവ് ആസ് ഓപ്ഷനിൽ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ഇൻസേർട്ട് ടാബിൾ ഓപ്ഷൻ ഇൻ മൈക്രോസോഫ്റ്റ് വേർഡ്. മൈക്രോസോഫ്റ്റ് വേർഡിൽ ഒരു ഇൻസേർട്ട് ടാബിൾ എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ആ ഒരു ഓപ്ഷന്റെ ഫംഗ്ഷൻ എന്താണ് എന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. സോ ഇൻസേർട്ട് ടാബിൾ എന്ന ഒരു ഓപ്ഷൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്, ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് ദ ടാബിൾ ബൈ സ്പെസിഫൈയിങ് ദ നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് ബൈ യൂസിംഗ് ദ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഗ്രിഡ് ഓപ്ഷൻ. അപ്പൊ നമ്മളതിൽ ടാബിൾ എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു നിശ്ചിത എത്ര റോ വേണം, എത്ര കോളം വേണം എന്നുള്ള രൂപത്തിൽ നമ്മളിവിടെ സെലക്ട് ചെയ്യാൻ പറയുകയും അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റോസ് ആൻഡ് കോളംസ് സെലക്ട് ചെയ്തൊരു ടാബിൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതിനാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഓപ്ഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്നാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ഡിസ്ക്രൈബ് ഹൗ യു ക്യാൻ ഇൻസേർട്ട് മൾട്ടിപ്പിൾ റോസ് ഇൻ എക്സൽ. അപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ റോസ് നമുക്ക് എങ്ങനെ എക്സൽ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും അതിനെക്കുറിച്ച് വിവരിക്കാനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ടു ഇൻസേർട്ട് മൾട്ടിപ്പിൾ റോസ്, സെലക്ട് ദ റോസ് അബോവ് വിച്ച് യു വാണ്ട് ടു ഇൻസേർട്ട് ന്യൂ റോസ്, ദെൻ ക്ലിക്ക് ഹോം ടാബ് ഇൻസേർട്ട് ഷീറ്റ് റോസ്. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നമുക്ക് എവിടെയാണോ വേണ്ടത് അതിന്റെ മീൻസ് വേണോ, സെലക്ട് ദ റോസ് അബോവ് വിച്ച് യു വാണ്ട് ടു ഇൻസേർട്ട് ന്യൂ റോ. നമുക്ക് ഏത് റോ എവിടെയാണ് റോ വരുന്നത്, മുകളിലെ റോ നമ്മളോട് എന്ത് ചെയ്യാം, നമ്മളോട് സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ശേഷം നമ്മളോട് എന്ത് ചെയ്യാം, ഇൻസേർട്ട് ഹോം ടാബിൽ ഇൻസേർട്ട് ഷീറ്റ് റോസ് എന്നുള്ള രൂപത്തിലാണ് നമ്മൾ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് വേറെ രീതിയിൽ ചെയ്യാം. നമുക്ക് ഇങ്ങനെ ചെയ്യാം, നമുക്ക് റൈറ്റ് ക്ലിക്ക് നമ്മൾ ചെയ്യുന്നു. റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ ഇൻസേർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്താൽ മതി. നമ്മൾ റോ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇൻസേർട്ട് കൊടുത്തു കഴിഞ്ഞാൽ റോ ഇൻസേർട്ട് ആവും. കോളം സെലക്ട് ചെയ്തിട്ട് ഇൻസേർട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസേർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ കോളം ഇൻസേർട്ട് ആവും. അപ്പൊ നിങ്ങൾക്ക് 2 രൂപത്തിൽ നിങ്ങൾക്ക് അതിന് ആൻസർ ചെയ്യാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ്, ഹൗ ഡു യു അലൈൻ ടെക്സ്റ്റ് ഇൻ വേർഡ്. നമ്മൾ
വേർഡിൽ നമ്മൾ എങ്ങനെയാണ് ടെക്സ്റ്റുകൾ അലൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. സോ യു ക്യാൻ അലൈൻ ടെക്സ്റ്റ് ടു ദ ലെഫ്റ്റ്, സെന്റർ, റൈറ്റ് ഓർ ജസ്റ്റിഫൈ അക്രോസ് ദ പേജ് ബൈ യൂസ് ദ അലൈൻമെന്റ് ഓപ്ഷൻ ഇൻ ദ റിബൺ അണ്ടർ ദ ഹോം ടാബ്. അപ്പോൾ ഹോം ടാബിന്റെ അണ്ടറിൽ നമുക്ക് അലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ, മീൻസ് പാരഗ്രാഫ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അല്ലെ. പാരഗ്രാഫിന്റെ ഭാഗത്താണ് നമുക്ക് എന്തായിരിക്കും അലൈൻമെന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉള്ളത്. സോ അവിടെ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ഈ ലെഫ്റ്റ്, റൈറ്റ്, സെന്റർ ഒക്കെ ആ രൂപത്തിലുള്ള ഒരു അലൈൻഡ് ഓപ്ഷൻ ആണ് നിങ്ങൾക്ക് കാണിക്കും. നിങ്ങൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്തിട്ട് ഏത് ഭാഗമാണോ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യുന്നത് അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏത് ഭാഗത്തോട് നിങ്ങൾക്ക് അതിനെ അലൈൻ ചെയ്യാൻ സാധിക്കും എന്നാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഓപ്ഷനിൽ നമ്മളോട് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാം. നമ്മൾ 3 മാർക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് എന്താണ്, എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ് ക്രിയേറ്റ് ബുള്ളറ്റ് ലിസ്റ്റ് ഇൻ മൈക്രോസോഫ്റ്റ് വേർഡ്. മൈക്രോസോഫ്റ്റ് വേർഡിൽ നമ്മളൊരു ബുള്ളറ്റ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരു ബുള്ളറ്റ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ സ്റ്റെപ്പുകളാണ് ഇതാ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു സെയിം ക്വസ്റ്റ്യൻ നമ്മളോട് ഇതിന് മുമ്പ് 2 മാർക്കിൽ ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ബുള്ളറ്റ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ബുള്ളറ്റ് ലിസ്റ്റ് എങ്ങനെ ഉണ്ടാവുക അല്ലേ, നമ്മളിങ്ങനെ ഓരോ ജസ്റ്റ് ഓരോ ഡോട്ടുകളായിട്ട് ഇവിടെ അങ്ങനെ ഓരോ പേര് കൊടുത്ത് 20 ബുള്ളറ്റ് ലിസ്റ്റുകൾ ഉണ്ടാവും. സോ അത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്, സോ ഫസ്റ്റ് എന്താണ്, സെലക്ട് ദ ടെക്സ്റ്റ് വേർ യു വാണ്ട് ദ ബുള്ളറ്റ്സ് അല്ലേ. നമുക്ക് ഏത് ടെക്സ്റ്റുകളാണ് ബുള്ളറ്റ് ലിസ്റ്റ് ആക്കണമെങ്കിൽ അത് നമ്മൾ അതിനെ സെലക്ട് ചെയ്യാം. ശേഷം എന്താണ്, ക്ലിക്ക് ദ ബുള്ളറ്റ് ലിസ്റ്റ് ബട്ടൺ ദ ഫോർമാറ്റിംഗ് ടൂൾ ബാർ. അപ്പോൾ ഫോർമാറ്റിംഗ് ടൂൾ ബാറിൽ എന്തുണ്ടായിരിക്കും, ബുള്ളറ്റ് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. അതിൽ നമ്മൾ എന്ത് ചെയ്യണം, ക്ലിക്ക് ചെയ്യണം. അതിനൊരു ടാഗ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഈ രൂപത്തിലുള്ള ഒരു ചെറിയൊരു ടാഗ് ആയിട്ട് കിടക്കുന്നുണ്ടായിരിക്കും. അതിന് തൊട്ടടുത്ത് തന്നെ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് മറ്റൊരു സാധനങ്ങൾ, ഇങ്ങനെ 2 ഓപ്ഷൻസ് ഇങ്ങനെ കിടക്കുന്നുണ്ടായിരിക്കും. അത് ഒന്ന് ബുള്ളറ്റ് ലിസ്റ്റ് ആണ്, ഒന്ന് നമ്പർ ലിസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 2 രൂപത്തിലുള്ള ലിസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അതിൽ സെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് യുവർ എൻട്രി ആൻഡ് പ്രസ് എൻ്റർ ടു ആഡ് എ ന്യൂ ബുള്ളറ്റ്. ഇഫ് യു വാണ്ട് ന്യൂ ലൈൻ വിത്തൗട്ട് എ ബുള്ളറ്റ് പ്രസ് ഷിഫ്റ്റ് പ്ലസ് എൻ്റർ. അപ്പോൾ ഇനി നമുക്ക് ഇന്നെ ഇത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്, നമുക്ക് ബുള്ളറ്റ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതിന് ജസ്റ്റ് വൺ ടൈം എൻ്റർ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഒരു ലൈന് നമുക്ക് ബുള്ളറ്റ് വേണ്ട, നെക്സ്റ്റ് ലൈൻ ബുള്ളറ്റ് ലൈൻ വേണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഷിഫ്റ്റ് പ്ലസ് എൻ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ലൈൻ വരുന്ന സമയത്ത് ബുള്ളറ്റ് ലിസ്റ്റ് കാണിക്കില്ല. ഓക്കെ, പിന്നെ വീണ്ടും എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ബുള്ളറ്റ് ലിസ്റ്റ് വരികയും ചെയ്യും. ആ രൂപത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, സോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ഇസ് ദ പ്രൊസീജിയർ ഫോർ യൂസിംഗ് ദ മെയിൽ മെർജ് ഫീച്ചർ ഇൻ വേർഡ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും നമ്മളോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ഇത് ചില സമയത്ത് 4 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, അതായത് മെയിൽ മെർജ് എന്ന് പറയുന്ന അല്ലെ വേർഡിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചറിൽ ഒന്നാണ് മെയിൽ മെർജ് എന്ന് പറയുന്നത്. സോ അതിന്റെ സ്റ്റെപ്പുകൾ എങ്ങനെ, അതിന്റെ പ്രൊസീജിയർ എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ അതിൽ ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് നോക്കുമ്പോൾ എന്തൊക്കെയാണ്, ഫസ്റ്റ് തന്നെ ഗോ ടു ദ മെയിലിംഗ് ടാബ് ആൻഡ് ക്ലിക്ക് സ്റ്റാർട്ട് ടു മെയിൽ മെർജ് അല്ലേ. നമുക്ക് മെയിലിംഗ് ടാബ് എന്ന് പറയുന്ന ഓപ്ഷനിലാണ് നമുക്ക് മെയിൽ മെർജിന്റെ ഫംഗ്ഷൻ ഉള്ളത്. സോ ആദ്യം എന്താണ് മെയിൽ മെർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, മെയിൽ മെർജ് എന്ന് പറഞ്ഞാൽ മാസ് മെയിലിംഗ് ആണ് അല്ലെ. മാസ് മെയിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ലെറ്റർ ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തൊരു ഡോക്യുമെന്റ് ആയിക്കോട്ടെ, നമുക്ക് ഒരേ സമയം ഒരുപാട് പേർക്ക് അല്ലെ, ഒരേ സാധനം ഒരുപാട് പേർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒറ്റ സമയം കൊണ്ട് നമുക്ക് അയക്കാൻ പറ്റും അല്ലെ. മീൻസ് ഈ ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ജസ്റ്റ് അഡ്രസ്സുകൾ മാത്രം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അഡ്രസ്സിലോട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഈ ഒരു ഡോക്യുമെന്റ് നമ്മൾ ലിങ്ക് ചെയ്ത് കൊടുത്താൽ കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതുപോലെ ബൾക്ക് മെയിലുകൾ അല്ലെങ്കിൽ ബൾക്ക് മെസ്സേജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ മെയിൽ മെർജ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ അതിനാദ്യം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മെയിലിംഗ് ടാബിൽ പോയിട്ട് സ്റ്റാർട്ട് മെയിൽ മെർജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യാണ്. അതിന് കഴിഞ്ഞാൽ പിന്നെ എന്താണ്, ചൂസ് ദ ഡോക്യുമെന്റ് ടൈപ്പ്. ഓക്കെ, ലൈക്ക് ലെറ്റേഴ്സ് ഓർ ലാബൽസ്. നമ്മൾ ഇത് ലെറ്റർ ആണോ അതോ ലാബൽസ് ആണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യമാണോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അത് സെലക്ട് ചെയ്യണം. Then select a recipient from an existing list or create a new list. ഇത് നമ്മൾ ആർക്കൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ ലിസ്റ്റുകൾ അല്ലെ, മീൻസ് അവരുടെ ഇമെയിൽ ഐ ഡി ഉണ്ടാവും, അവരുടെ ഫുൾ അഡ്രസ് ആയിരിക്കാം, ഏത് രൂപത്തിലാവാം. ആ ലിസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ഇതിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. എക്സിസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ ആ ഫയൽ നമ്മൾ ഓപ്പൺ ചെയ്യുക. ഇതിന് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ വേർഡ് ഫയൽ മാത്രമാണെന്നില്ല, നമുക്ക് എക്സലിനൊക്കെ നമുക്ക് എന്ത് പറ്റുന്നതാണ്, ഇതിന്റെ ഡാറ്റ നമുക്ക് ഇതിലോട്ട് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്നതാണ് എന്നുള്ളതാണ്. നമുക്ക് എക്സൽ ഫയലിലാണ് ഡാറ്റകൾ ഉള്ളതിന്റെ അതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലോട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് പറയുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻസേർട്ട് മെർജ് ഫീൽഡ് ലൈക്ക് അഡ്രസ് ബ്ലോക്ക് ഓർ ഗ്രീറ്റിംഗ് ലൈൻ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ആ ഒരു ഡോക്യുമെന്റും അതുപോലെ തന്നെ ഈ ഒരു റെസിപ്പിയൻസിന്റെ ഡോക്യുമെന്റ് നമ്മൾ മെർജ് ചെയ്യാണ് ചെയ്യുന്നത്. മീൻസ് ആ അഡ്രസ്സുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ മെർജ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ അതിനെ മെർജ് ഡോക്യുമെന്റ് എന്നാണ് വിളിക്കാറുള്ളത്. ഓക്കെ, അതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഓപ്ഷൻ എന്ന ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ദെൻ ഫിനിഷ് ദ മെർജ് ടു ക്രിയേറ്റ് പേഴ്സണലൈസ്ഡ് ഡോക്യുമെന്റ് ഫോർ ഈച്ച് റെസിപ്പിയൻ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ആ ഫിനിഷ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോരുത്തരുടെ പേരിലും എന്തായിട്ടുണ്ടായിരിക്കും, ഓരോ മെയിലുകൾ വന്നിട്ടുണ്ടാവും. ഓരോ മെയിലുകൾ മാസ് മെയിലിംഗിന്റെ മീൻസ് മെയിൽ മെർജ് എന്ന ഫംഗ്ഷനിൽ ഓരോ റെസിപ്പിയന്റെ പേരിലും കീഴിലും ഇതിന്റെ ഓരോ മെയിലുകൾ ആയി വന്നിട്ടുണ്ടാവും എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ കാൻ യു ക്രിയേറ്റ് എ ഫോർമുല ഇൻ എക്സൽ ആൻഡ് വാട്ട് എലമെന്റ്സ് കാൻ ഇൻക്ലൂഡ്. അപ്പൊ നമ്മൾ എക്സലിൽ നമുക്ക് ഒരുപാട് ഫോർമുലാസ് ഉപയോഗിക്കാൻ പറ്റും അല്ലെ, ഫംഗ്ഷൻസ് ആ ഫോർമുലാസ് നമുക്ക് ഒരുപാട് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ആ ഫംഗ്ഷൻസ് ആ ഫോർമുലാസ് ഉപയോഗിക്കുന്ന സമയത്ത് അത് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ അല്ലെ, നമ്മൾ എങ്ങനെയാണ് ഒരു ഫോർമുല നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് നമ്മൾ ആ ഫോർമുല നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. സോ ഒന്നാമത്തെ കാര്യം, ഒരു ഫോർമുല ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെലക്ട് സെൽ വെർ യു വാണ്ട് റിസൾട്ട്. നമുക്ക് ഏത് സെല്ലാണ് റിസൾട്ട് വേണ്ടത് അവിടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ആദ്യം നമ്മൾ പ്രധാനപ്പെട്ട ഭാഗം നമ്മളൊരു ഈക്വൽ ടു എന്ന് പറയുന്ന ആ ഒരു
സമത്തിന്റെ ചിഹ്നല്ലേ അത് നമ്മൾ ആദ്യം അവിടെ ഇട്ട് കൊടുക്കണം. അത് ഇട്ട് കൊടുത്താലാണ് നമ്മുടെ ഫംഗ്ഷൻ വർക്ക് ചെയ്യത്തുള്ളൂ, അല്ലാതെ നമ്മുടെ ഫംഗ്ഷൻ വർക്ക് ചെയ്യില്ല. 100% ഷുവറാണ്. അത് ഇട്ട് കൊടുത്തതിന് ശേഷം എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഫോർമുല നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഏത് രൂപത്തിലുള്ള ഫോർമുല സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? നമ്മൾ പഠിച്ചിട്ടുള്ള ഫോർമുലാസ് ഉണ്ട്, സം ഉണ്ട്, ആവറേജ് ഉണ്ട് അല്ലെ, കൗണ്ട് ഉണ്ട്, കൗണ്ട് ഇഫ് ഉണ്ട് അല്ലെ, സം ഇഫ് വരുന്നുണ്ട്, മാക്സ് ഉണ്ട്, മിനിമം ഉണ്ട്. ഈ ഫംഗ്ഷൻ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ സമം ഇട്ടിട്ടാണ് നമ്മൾ ഫംഗ്ഷന്റെ പേര് നമ്മൾ കൊടുക്കുന്നത്. ദെൻ എന്താണ്, എന്റർ വാല്യൂ സെൽ റെഫറൻസ് ഓർ ഫംഗ്ഷൻസ്. അപ്പോൾ ഇനി പിന്നെ എന്ത് ചെയ്യാം, നമുക്ക് ഏതൊക്കെ സെല്ലിലാണ് നമ്മുടെ ഡാറ്റകൾ ആ സെല്ല് സെലക്ട് ചെയ്ത് കൊടുക്കുക, അല്ലാതെ ആ സെല്ലിന്റെ പേര് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അല്ലെ, എന്തൊക്കെ രൂപത്തിലാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ശേഷം എന്താണ് പ്ലസ് എൻ്റർ ടു കംപ്ലീറ്റ് ദ ഫോർമുല എന്ന് പറയുന്നത്. ശേഷം എന്ത് ചെയ്യുക, ആ കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം നമ്മൾ എൻ്റർ കൊടുക്കുക. സോ നമ്മുടെ ഫോർമുലാസ് കംപ്ലീറ്റ് ആയി. നമുക്ക് അതിന്റെ റിസൾട്ട് അവിടെ ആ ഒരു സെല്ലിൽ നമുക്ക് ആ റിസൾട്ട് എന്ത് ചെയ്ത് വരും, ഡിസ്പ്ലേ ആയിട്ട് വരും എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്തിൽ പറയുന്നത്. ദെൻ ഫോർമുലാസ് ക്യാൻ ഇൻക്ലൂഡ് അരിത്മെറ്റിക് ഓപ്പറേഷൻസ്, സെൽ റെഫറൻസ്, സെൽ ഫംഗ്ഷൻസ് അല്ലെ. ഫോർമുലാസിൽ അരിത്മെറ്റിക് ഓപ്പറേഷൻസ് ഉണ്ടാവും, സെല്ലിന്റെ കാര്യങ്ങൾ ഉണ്ടാവും, ഇനി ലോജിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. എല്ലാ കാര്യങ്ങളും അതിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ടായിരിക്കും എന്ന് കൂടിയാണ് എന്ത് ചെയ്യുന്നത് ഇതിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. ഓക്കെ സോ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്മുടെ 4 മാർക്ക് ക്വസ്റ്റ്യൻസിനെ കുറിച്ചാണ്. അപ്പോൾ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഓക്കെ സോ നെക്സ്റ്റ്, ഡിസ്പ്ലേ ദ സ്റ്റെപ്സ് ഇൻവോൾവിംഗ് ക്രിയേറ്റിംഗ് എ ന്യൂ ഡാറ്റാബേസ് ഇൻ ആക്സസ് യൂസിംഗ് എ ബ്ലാങ്ക് ടെംപ്ലേറ്റ്. ഓക്കെ, ഇനി നമ്മൾ ആക്സസിനെ കുറിച്ചാണ് ഇതിൽ ചോദിച്ചിട്ടുള്ളത്. ആക്സസിൽ നമ്മളൊരു ബ്ലാങ്ക് ടെംപ്ലേറ്റ് ഉപയോഗിച്ചിട്ട് നമ്മളൊരു ഡാറ്റാബേസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതിന്റെ സ്റ്റെപ്പുകൾ എഴുതാനാണ് നമ്മൾ തന്നിട്ടുള്ളത്. സോ നിങ്ങൾ വേറെ കാര്യം കൂടി ശ്രദ്ധിക്കുക, നമ്മൾ സ്റ്റെപ്പുകൾ എഴുതുന്ന സമയത്ത് നമ്മൾ എന്ത് ശ്രദ്ധിക്കണം, നമ്മൾ എപ്പോഴും ആ ഒരു ആപ്പ് ഓപ്പൺ ചെയ്യുന്നത് പോലും നമ്മൾ എഴുതണം. സോ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ബട്ടണിൽ പോകുന്നു, മൈക്രോസോഫ്റ്റ് ഓഫീസ് ടൂൾസിൽ പോകുന്നു, അവിടെ നമ്മൾ ആക്സസ് സെലക്ട് ചെയ്യുന്നു. ആ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, എഴുതി കൊണ്ടുവരണം. ശേഷം എന്ത് ചെയ്യണം, ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി എന്താണ് ആക്സസ് ആൻഡ് സെലക്ട് ബ്ലാങ്ക്, ഒരു ബ്ലാങ്ക് ഡാറ്റാബേസ് നമ്മൾ സെലക്ട് ചെയ്യണം. ശേഷം എന്ത് ചെയ്യണം, എന്റെ ടൈപ്പ് ഓഫ് ദ ഡാറ്റാബേസ് ചൂസ് ലൊക്കേഷൻ ടു സേവ്. നമുക്ക് ഇതിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് മറ്റുള്ളത് എന്താണ്, നമുക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് സേവ് ചെയ്താൽ മതി. പക്ഷേ ഇവിടെ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം സേവ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ വർക്ക് തുടങ്ങുന്നത് അല്ലേ. Then click create to open a new blank database and create a new table by entering field names and setting the data types for each column. അല്ലെ, നമ്മൾ ശേഷം എന്ത് ചെയ്യാം, നമ്മൾ ന്യൂ ഡാറ്റാബേസ് നമ്മൾ തുറക്കുന്ന സമയത്ത് നമുക്ക് എത്ര കോളം വേണോ ആ കോളത്തിന്റെ പേര് കൊടുക്കും. ആ കോളത്തിൽ നമ്മൾ ഏതൊക്കെ ഡാറ്റകളാണോ നമ്മൾ എൻ്റർ ചെയ്യുന്നത് ആ ഡാറ്റകളുടെ ഡാറ്റ ടൈപ്പ് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അതിൽ കാണിക്കുകയും ചെയ്യും. അങ്ങനെയാണ് നമ്മൾ എന്നിട്ട് ശേഷം നമ്മൾ അതിന്റെ വ്യൂ ചേഞ്ച് ചെയ്യുന്ന സമയത്താണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു ഡാറ്റാബേസ് ആയിട്ട് അവിടെ വരുന്നത്. ലാസ്റ്റ്, once the table is ready, save it and continue creating forms, queries and reports as needed. നമ്മൾ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോമുകളും ക്വയറീസും ഡാറ്റാബേസും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്ന് കൂടി എന്ത് ചെയ്യുന്നുണ്ട് ഈ ഭാഗത്തിൽ പറയുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ചോദിച്ചിട്ടുണ്ട് ഇതിന് മുമ്പ്. ഓക്കെ, 4 മാർക്ക് 3 മാർക്കിനൊക്കെ ഈ ഭാഗങ്ങൾ ചോദിക്കാറുണ്ട്. ഓക്കെ നെക്സ്റ്റ്, ഡിസ്കസ് ദ ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് അവൈലബിൾ ഇൻ എക്സൽ ഫോർ അഡ്ജസ്റ്റിംഗ് ദ കോളം വിഡ്ത്ത് ആൻഡ് ഹൈറ്റ്. അപ്പോൾ കോളത്തിന്റെ വിഡ്ത്തും ഹൈറ്റും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളോട്, മീൻസ് അതിന് ആ ഓപ്ഷൻസുകളാണ് നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളത്. സെലക്ട് കോളം ഓർ റോ ദ ഹോം ടാബ് ആൻഡ് ക്ലിക്ക് ദ ഫോർമാറ്റ് ഇൻ ദ സെൽ ഗ്രൂപ്പ്. ഒന്നുകിൽ നമുക്ക് റോയും കോളം സെലക്ട് ചെയ്തിട്ട് അതിലെ ഫോർമാറ്റ് ടാബിൽ ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ അതല്ലെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് കോളം വിഡ്ത്ത് റോ ഹൈറ്റ് ബൈ ചൂസ് ദ കോളം വിഡ്ത്ത് റോ ഹൈറ്റ് ഫ്രം ദ ഓർ ഡ്രോപ്പ് ഡൗൺ. അതായത് നമുക്ക് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിന്റെ പ്രകാരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റോസും അതുപോലെ തന്നെ കോളംസും നമുക്ക് ഹൈറ്റും കാര്യങ്ങളും നമുക്ക് അതിൽ സെറ്റ് ചെയ്യാം. Alternatively, അതുപോലെ തന്നെ യൂസ് ദ ഓട്ടോ ഫിറ്റ് ഓപ്ഷൻ ബൈ ഡബിൾ ക്ലിക്കിംഗ് ദ ബൗണ്ടറി ബിറ്റ്വീൻ ദ കോളംസ് ഓർ ഓട്ടോമാറ്റിക്കലി ഫിറ്റ് കണ്ടന്റ്. ഇപ്പൊ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ കോളത്തിന്റെ പുറത്തോട്ടൊക്കെ പോയിട്ടുണ്ടാവും. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ 2 കോളംസിന് കൂടി ചേർന്ന് നിൽക്കുന്ന ഒരു ലൈൻ ഉണ്ടാവില്ലേ, അവിടെ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ഓട്ടോമാറ്റിക് എന്താ ഇത് ഫിറ്റ് ആയിട്ട് മാറും. ആ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലെ ഈ കാര്യങ്ങൾ ഫോർമാറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ്, 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതിലെ ക്വസ്റ്റ്യൻ ഒന്നും ഇല്ല. ബട്ട് നമുക്ക് ഇൻ കേസ് 4 മാർക്കിന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വീണ്ടും ചോദിക്കുകയാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യാം, നല്ലോണം നീട്ടി വലിച്ച് ചെയ്തുകൊള്ളുന്നു. ഓക്കെ നെക്സ്റ്റ്, explain the different types of charts that can be created in Excel and their specific uses. അപ്പോൾ നമുക്കറിയാം, നമുക്ക് എക്സലിൽ നമുക്ക് ഒരുപാട് ചാർട്ടുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. ബാർ ചാർട്ടുകൾ, ലൈൻ ചാർട്ടുകൾ, പൈ ചാർട്ടുകൾ അല്ലേ. അപ്പോൾ സ്കാറ്റേർഡ് ഡയഗ്രാംസ്, ഒരുപാട് ചാർട്ടുകൾ നമുക്ക് അതിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ചാർട്ടുകൾ ഏതൊക്കെയാണ് എന്നുള്ളതും അതിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതുമാണ് നമ്മളോട് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് നോക്കാം. ദ മെയിൻ ടൈപ്സ് ഓഫ് ചാർട്ട്സ് ഇൻ എക്സൽ ഇൻക്ലൂഡ് കോളം ചാർട്ട്. കോളം ചാർട്ടാണ് യൂസ് ടു കമ്പയർ വാല്യൂസ് അക്രോസ് കാറ്റഗറീസ്. ദെൻ ലൈൻ ചാർട്ടുകളുണ്ട്, എന്താണ് ഷോ ദ ടെൻസ് ഓവർ ട്രൈ. നെക്സ്റ്റ് പൈ ചാർട്ടുകൾ, ഡിസ്പ്ലേ ദ പ്രൊപ്പോർഷൻ ഓഫ് എ വൈൽ സൂട്ടബിൾ ഫോർ സ്മോൾ ഡാറ്റാബേസസ് അല്ലെ. പൈ ചാർട്ട്സ് എങ്ങനെയാണ്, റൗണ്ടിൽ വരുന്ന ചാർട്ടുകളാണ് അല്ലേ. നെക്സ്റ്റ് എന്താണ്, ബാർ ചാർട്ടുകൾ. സോ ബാർ ചാർട്ടുകൾ എന്താണ്, ബാർ ചാർട്ടുകൾ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, കമ്പയർ ഇൻഡിവിജ്വൽ ഐറ്റംസ് കമ്പയർ ചെയ്യാൻ നമ്മൾ ബാർ ചാർട്ടുകൾക്ക് ഉപയോഗിക്കാറുള്ളത് റൈറ്റ്. നെക്സ്റ്റ് എക്സ് വൈ അല്ലെ, സ്കാറ്റേർഡ് ഡയഗ്രാംസ് എന്തിനാണ്, ഷോ ദ റിലേഷൻ ബിറ്റ്വീൻ 2 വേരിയബിൾ ഓഫൻ യൂസ്ഡ് ഇൻ സയന്റിഫിക് ഡാറ്റ.
ഒരു സയന്റിഫിക് ഡാറ്റയ്ക്ക് വേണ്ടിയിട്ട് സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒരു രണ്ട് സാധനങ്ങൾ തമ്മിലുള്ള റിലേഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്കാറ്റേർഡ് ഡയഗ്രംസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുള്ളത്. സോ ഇത്തരം കാര്യമാണ് നമ്മൾ ഈ ഒരു കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത്തരം ചാർട്ടുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇതിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരുപാട് ചാർട്ടുകൾ നമ്മൾ ഇതിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മനസ്സിലുള്ളത് ഏതും ചെയ്യാം, നമ്മൾ ഇത് എന്തിനാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് കൂടെ എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കാം. ഓക്കെ, സോ ആ ക്വസ്റ്റ്യൻ ആയിരുന്നു നമുക്ക് ഇതിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, സോ നമ്മൾ ഏതായാലും കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഓക്കെ, സോ നമുക്ക് ഇനി അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്, നമുക്ക് ഒരു പ്രാക്ടിക്കൽ റിലേറ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് തിയറിക്ക് വരും എന്നുള്ളത് അല്ലേ. സോ അതിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഓൺ ദ ബേസിസ് ഓഫ് ദ ഗിവൺ വർക്ക് ഷീറ്റ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൻ അറ്റ് ദ എൻഡ് എന്നാണ്. നമ്മൾ തന്നിട്ടുള്ള വർക്ക് ഷീറ്റ് പ്രകാരം നമ്മളോട് ഇതിന് താഴെയുള്ള ആൻസേഴ്സ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. മാർക്ക് നിങ്ങൾക്ക് കാണാം, എന്താണ് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലായിട്ട് നമുക്ക് ഏത് സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. എക്സൽ എന്നുള്ളതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ എക്സൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം, ഇതാണ് നമ്മളുടെ ABCDE എന്ന് പറയുന്ന നമ്മുടെ കോളംസ്, 1 2 3 എന്ന് പറയുന്ന നമ്മുടെ റോസ് അല്ലേ. അപ്പൊ നിങ്ങൾ ഈ ഇതിൽ നിന്ന് കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് എന്ത് ചെയ്യണം അറിയോ, നമുക്ക് ഓരോ സെല്ലിന്റെ പേര് നമ്മൾ കണ്ടെത്താൻ നമ്മൾ ആദ്യം പഠിക്കണം. അപ്പോൾ ഇതിൽ സെല്ലിന്റെ പേര് കണ്ടെത്തൽ എങ്ങനെയാണ് നമുക്കറിയാം. ഇപ്പോൾ ഈ 70 എന്ന് എഴുതിയിട്ടുള്ളത് ഏത് സെല്ലിലാണ് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കണ്ടെത്താൻ പറ്റുക, ഇതിന്റെ സെൽ നെയിം എന്താണ്. ഇപ്പൊ കണ്ടോ, ഇത് B എന്ന് പറയുന്ന കോളത്തിലാണ് അല്ലെ, B എന്ന് പറയുന്ന കോളത്തിലാണ്. സോ നമുക്ക് അതിന് B എന്ന് എഴുതാം. ദെൻ 2 എന്ന് പറയുന്ന റോലുമാണ് അല്ലെ, B എന്ന് പറയുന്ന റോല് 2 എന്ന് പറയുന്ന കോളത്തിൽ. സോ B2 ഇങ്ങനെയാണ്. ഓക്കെ, നെക്സ്റ്റ് ഇനി ഇവിടെ നോക്കാം, ഈ 90 എന്ന് പറയുന്നത് ഏതിലാണ് നോക്കാം, C എന്ന് പറയുന്ന കോളത്തില് 4ാമത്തെ റോല്. അപ്പൊ അതിന്റെ പേരെന്തായിരിക്കും, C4. അതുപോലെ തന്നെ വേറെ ഒന്നുകൂടി നോക്കാം, കണ്ടോ ഈ ഒരു ഈ 80 എന്ന് പറയുന്നത് എത്ര, 80ന്റെ പേരെന്താണെന്നുള്ളത്, C എന്ന് പറയുന്ന കോളത്തില് 2 എന്ന് പറയുന്ന റോ അല്ലേ. സോ എന്താണ്, C2. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇതിലെ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോന്നിന്റെയും നമ്മൾ ഓപ്ഷൻസ് കാണുന്നത്. മീൻസ് ഓപ്ഷൻസ് അല്ല, നമ്മൾ ഓരോതിന്റെ സെൽ നെയിമുകൾ നമ്മൾ കാണുന്നത്. സെൽ നെയിം കാണുന്നതിന് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് പറയാൻ കാരണം എന്താണ്, നമ്മളുടെ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ സെൽ നെയിം ബേസ് ചെയ്തിട്ടൊക്കെ വരാറുണ്ട്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിലോട്ട് ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. എന്തൊക്കെയാണ്, ഒരു അങ്കുറിന്റെ പേരുണ്ട്, സയൻസ്, മാത്സ്, ടോട്ടൽ, ആവറേജ് അല്ലെ, മാർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മാക്സിമം മാർക്ക് എന്ന് പറയുന്ന ഒരു കോളം ഉണ്ട്, അതുപോലെ തന്നെ മിനിമം മാർക്ക് എന്ന് പറയുന്ന മറ്റൊരു സെല്ലിൽ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. റൈറ്റ് എ ഫംഗ്ഷൻ ടു കാൽക്കുലേറ്റ് ദ ടോട്ടൽ മാർക്സ് ഫോർ ഈച്ച് സ്റ്റുഡന്റ് ഇൻ കോളം ഡി. അപ്പോൾ ഈച്ച് സ്റ്റുഡന്റ് അല്ലേ, നമ്മളോട് ഒരു ഫംഗ്ഷൻ ചെയ്താൽ പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് ആ ഫംഗ്ഷൻ ചെയ്താൽ പറഞ്ഞിട്ടുള്ളത്, കാൽക്കുലേറ്റ് ദ ടോട്ടൽ മാർക്സ് ഫോർ ഈച്ച് സ്റ്റുഡന്റ് ഇൻ കോളം ഡി. അപ്പൊ കോളം ഡിയിൽ ഈ ടോട്ടൽ എന്ന് പറയുന്നതിൽ നമുക്ക് എന്ത് കിട്ടണം, എല്ലാ സ്റ്റുഡന്റിന്റെയും ടോട്ടൽ മാർക്കുകൾ ഇങ്ങനെ കിട്ടണം. അത് വരാനല്ല, ഫംഗ്ഷൻ എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഫംഗ്ഷനാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ആ ഫംഗ്ഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇതിൽ ചെയ്യേണ്ടത്. സോ എങ്ങനെയായിരിക്കും നമ്മൾ അതിന്റെ ഫംഗ്ഷൻ എഴുതുന്നത്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ടോട്ടൽ കാണാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷന്റെ പേര് ഏതാണ്, സം ഫംഗ്ഷൻ ആണ് അല്ലെ. സം ഫംഗ്ഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് അതിന്റെ ഫോർമുല എങ്ങനെയാണ് എഴുതൽ നോക്കാം. സോ ഒന്നാമത്തെ എ ആണ് നമ്മൾ ആൻസർ ചെയ്യുന്നത്. ആദ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു ഫംഗ്ഷൻ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, സോ എ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആൻസർ ചെയ്യുന്നത്. സോ നമുക്കറിയാം, ഒരു ഫംഗ്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം. കാരണം നമ്മളൊരു ഈക്വൽ ടു ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, തുടങ്ങേണ്ടത്. ഓക്കെ, ഈക്വൽ ടു. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ചോദിച്ചിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത് ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ദ ടോട്ടൽ മാർക്സ് ആണ്. ടോട്ടൽ കാണാനുള്ള ഫംഗ്ഷൻ ഏതാണ്, സം ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഏത് ഫംഗ്ഷൻ ആണോ ഉപയോഗിക്കുന്നത് ആ ഫംഗ്ഷൻ നമ്മൾ ഇവിടെ എഴുതി കൊടുക്കുന്നു. ഫംഗ്ഷൻ എഴുതി കൊടുത്താൽ നിർബന്ധമായിട്ട് അതിനൊരു ബ്രാക്കറ്റ് ഉണ്ടായിരിക്കും. ഒരു ബ്രാക്കറ്റ് അതിലുണ്ടായിരിക്കും. സോ സം ഫംഗ്ഷൻ ആണ്, നമ്മൾ ബ്രാക്കറ്റ് എഴുതി. ഇനി ആ ബ്രാക്കറ്റിൽ നമ്മൾ ഏത് സംഖ്യകളാണ് ആഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ എഴുതി വെക്കുന്നത്. അപ്പൊ അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിവിടെ സംഖ്യകൾ നേരിട്ട് പോയിട്ട് എഴുതല്ല ചെയ്യേണ്ടത്. കാരണം ഒരു എക്സലിൽ നിങ്ങൾ സംഖ്യകൾ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ആ ഒരു സംഖ്യകൾ മാത്രമേ അവർ കൂട്ടുള്ളൂ. നമുക്ക് അങ്ങനെ മാത്രം ചെയ്താൽ പോരാ, നമുക്ക് താഴെയുള്ള റിസൾട്ടുകളൊക്കെ നമുക്ക് കിട്ടണം. ഓക്കെ, അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെല്ലുകളുടെ പേരാണ് അവിടെ കൊടുക്കേണ്ടത്. സോ ഈ സെല്ലിന്റെ പേരെന്താണ്, ഈ 70 എന്ന് എഴുതിയിട്ടുള്ള സെല്ലിന്റെ പേരെന്താ, ബി എന്ന കോളത്തിൽ രണ്ടാമത്തെ റോ B2 അല്ലെ. അതുപോലെ തന്നെ സി എന്ന കോളത്തിൽ രണ്ടാമത്തെ റോ C2. ഈ 2 കോളത്തിലുള്ള ഡാറ്റകളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമുക്ക് കൂട്ടേണ്ടത് അല്ലേ. ഈ അങ്കുറിന്റെ ടോട്ടൽ മാർക്ക് അപ്പൊ നമുക്ക് ഇവിടെ കിട്ടില്ല, അങ്ങനെയല്ലേ അല്ലേ. അപ്പൊ നമ്മൾ ഈ ഡി എന്ന് പറയുന്ന കോളത്തിലാണ് നമ്മൾ സെല്ലിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഫംഗ്ഷൻ എഴുതുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെയാണ് നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷൻ എഴുതുന്നത്. സം ഫംഗ്ഷൻ ഇവിടെയാണ് നമ്മൾ കൊടുത്തത്. ഓക്കെ, സോ നമുക്ക് ആ ഫംഗ്ഷൻ ഇവിടെ എഴുതി നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കുള്ളത് ഓക്കെ B2 ആൻഡ് C2 ആണ്. സോ B2യുടെയും C2യുടെയും ഡാറ്റകളാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, നമുക്ക് ആഡ് ചെയ്യേണ്ടത്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, B2 നമുക്ക് ഇവിടെ ഏതാണോ ആഡ് ചെയ്യേണ്ടത് ആ നമ്പറാണ് നമ്മളോട് കൊടുക്കേണ്ടത് കേട്ടോ. B2 എന്ന് പറയുന്ന സെല്ലിലെയും C2 എന്ന് പറയുന്ന സെല്ലിലെയാണ്. ഇവിടെ ഒരു കോമൺ നിർബന്ധമായിട്ട് വേണം. ഓക്കെ, ശേഷം നമ്മൾ അതൊക്കെ എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി അതിന്റെ അപ്പുറത്തെ കോളത്തിലൊക്കെ നമുക്ക് ഡാറ്റകൾ ആഡ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ആ കോളത്തിന്റെ ആ സെല്ലിന്റെ പേരൊക്കെ നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം, അത് കുഴപ്പമില്ല. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇനി ഇവിടെ നമ്മൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു.
ദെൻ ഈ ഒരു ഫംഗ്ഷൻ എഴുതി കഴിഞ്ഞാൽ ശേഷം എന്ത് ചെയ്താൽ മതി, എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് അവിടെ എന്താണ് നമ്മുടെ ആ രണ്ട് സംഖ്യകൾ കൂട്ടി കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എന്താണോ ആ ആൻസർ നമുക്ക് അവിടെ ഡിസ്പ്ലേ ആയിട്ട് വന്നിട്ടുണ്ടാവും. ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടി. സിമ്പിൾ സാധനമാണ്. ഓക്കെ, അത് കിട്ടി. അപ്പോൾ ഈ രൂപത്തിലാണ് നമ്മൾ അതിന് ആൻസർ ചെയ്യുന്നത്. സോ ഇനി നിങ്ങൾക്ക് സ്വയമായ ഡൗട്ടാണ്, അപ്പോൾ ഇനി ഓരോരുത്തരുടെ നമ്മൾ എഴുതി വെക്കേണ്ടി വരും എന്നുള്ളത്. വേണ്ട, നമുക്ക് ഫംഗ്ഷൻ നമ്മൾ എക്സലിൽ നമ്മളൊരു ഫംഗ്ഷൻ പഠിച്ചിട്ടുണ്ട്, ഓട്ടോഫിൽ എന്ന് പറഞ്ഞിട്ട് അല്ലേ. ഓട്ടോഫിൽ, ഈ ഓട്ടോഫിലിന്റെ ഫംഗ്ഷൻ എങ്ങനെയാണ്, നമ്മൾ ഈ ഒരു എഡ്ജിൽ ഇവിടെ നമ്മുടെ മൗസ് പോയിന്റ് വെച്ച് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ഒരു പ്ലസിന്റെ ഒരു ചിത്രം കാണിക്കും. ആ ചിത്രം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ താഴോട്ട് പിടിച്ചിട്ട് താഴോട്ട് ഡ്രാഗ് ചെയ്താൽ മതി. ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സെല്ലിൽ ഉണ്ടായിരുന്ന ഫംഗ്ഷൻ എന്താണോ ആ ഫംഗ്ഷൻ എല്ലാം മറ്റുള്ള സെല്ലിലോട്ടൊക്കെ എന്താവും, ആ ഫംഗ്ഷന് കോപ്പി ആവും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സെല്ലിലൊക്കെ എന്ത് ചെയ്യും, അതിന്റെ ടോട്ടൽ എമൗണ്ട് നമുക്ക് ലഭിക്കുകയും ചെയ്യും. സോ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, അതിന്റെ ടോട്ടൽ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ ഈ ഒരു ഫംഗ്ഷൻ എഴുതി വെച്ചാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടി എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, സോ ഇനി നമുക്ക് രണ്ടാമത്തെ ബി ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് എ ഫോർമുല ടു കാൽക്കുലേറ്റ് ദ ആവറേജ് ഫോർ ഈച്ച് സ്റ്റുഡന്റ് ആൻഡ് ഡിസ്പ്ലേ ഇൻ കോളം ബി. അപ്പൊ കോളം ഇ അല്ലെ, കോളം ഇ എന്ന് പറയുന്നതാണ്. ഇതിൽ നമുക്ക് ആവറേജ് കാണാനുള്ള ഫോർമുല നമ്മൾ എഴുതുകയും അത് ഡിസ്പ്ലേ ചെയ്യുകയും ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് ഓരോ സ്റ്റുഡന്റിന്റെയും. ഓക്കെ, സോ ആവറേജ് എന്താണ്, നമുക്ക് ടോട്ടൽ കിട്ടിയിട്ടുള്ള മാർക്ക് ബൈ എത്ര വിഷയങ്ങൾ അതിന്റെ എണ്ണം, അങ്ങനെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. സോ അതിന് നമ്മളൊരു ഫംഗ്ഷൻ ഉപയോഗിക്കുന്നുണ്ട് എന്തില്, എക്സലില്. ആവറേജ് കാണാൻ വേണ്ടിയുള്ള ഫംഗ്ഷൻ നമ്മൾ ഏതാണ്, ആവറേജ് എന്ന് പറയുന്ന ഫംഗ്ഷൻ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഉപയോഗിക്കുന്നത്. ആവറേജ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, ആവറേജ് ഫംഗ്ഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ നമുക്ക് രണ്ടാമത്തിന് ആൻസർ ചെയ്താം. നമുക്കറിയാം ഒരു ഫോർമുല നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഈക്വൽ ടു സൈൻ ഇടണം അല്ലേ. ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഫോർമുല എഴുതുന്നു, നമ്മുടെ ഫംഗ്ഷൻ എഴുതുന്നു. ഓക്കെ, ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഫംഗ്ഷൻ എഴുതുന്നു, ആവറേജ് ഫംഗ്ഷൻ എഴുതി സ്വാഭാവികമായിട്ട് നമുക്ക് ബ്രാക്കറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. ഇനി ഏതൊക്കെ സെല്ലുകളിലുള്ള സംഖ്യകളുടെ ആവറേജ് ആണ് നമ്മൾ കാണേണ്ടത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് എന്താണ് സെയിം സാധനമാണ് അല്ലെ, B2C2 അല്ലെ. B2C2 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, പിന്നെ ഇവിടെ വെച്ചിട്ട് നമുക്ക് താഴോട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിനും കിട്ടും അല്ലെ. അപ്പൊ നമുക്ക് ആ സെയിം ഫോർമുല അവിടെ എഴുതി വെച്ചാൽ മതി. എന്താണ് B2 എന്ന് പറയുന്ന B2, C2 അല്ലെ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ശേഷം എന്ത് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു. നമുക്ക് എന്ത് കിട്ടുന്നു, ആൻസർ കിട്ടുന്നു. രണ്ടാമത്തെ മാർക്ക് സെക്യൂർ ആയി. സോ ചെയ്യേണ്ടുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, സി റൈറ്റ് എ ഫോർമുല ടു ഡിസ്പ്ലേ ദ മാക്സിമം മാർക്സ് ഇൻ സയൻസ് ഇൻ സെൽ B6. അപ്പൊ സയൻസ് എന്ന് പറയുന്ന സെല്ലില്, സയൻസ് എന്ന് പറയുന്ന കോളത്തില് B6 എവിടെയാണ്, ഇവിടെ ബി ആറാമത്തെ സെല്ല്, ആറാമത്തെ ഈ ഒരു കോളത്തില് ആറാമത്തെ റോഡ് നേരെയുള്ള സെല്ല് അല്ലെ. സോ B6 നമ്മുടെ ഏത് ഫംഗ്ഷൻ ആണ്, മാക്സിമം മാർക്സ് കിട്ടാനുള്ള ഫംഗ്ഷൻ ആണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഏതാണ് മാക്സിമം അതിന്റെ ഫംഗ്ഷൻ ആണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മാക്സിമം ഫംഗ്ഷൻ അല്ലെ. മാക്സിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഈ ഒരു നമ്മളവിടെ സെലക്ട് ചെയ്തിട്ട് പിന്നെ നമുക്കവിടെ കൊടുത്തിട്ടുള്ള ഡാറ്റകൾ ഏറ്റവും വലിയ സംഖ്യ ഏതാണോ അത് കാണിക്കാനാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്, ഇത് മാക്സിമം മാർക്ക് എന്നുള്ള ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഒരു ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുള്ള ഡാറ്റകളിൽ ഏറ്റവും വലിയ സംഖ്യകൾ നമ്മൾ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷന്റെ പേരാണ് എന്ത്, മാക്സ് ഫംഗ്ഷൻ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്, മാക്സ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു ഫംഗ്ഷൻ എഴുതി നോക്കാം. ആ ഫംഗ്ഷൻ നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം നമ്മൾ ഈക്വൽ ടു സൈൻ ഇടുന്നു, മാക്സ് അല്ലെ. മാക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ് നമ്മൾ അതിൽ ഉപയോഗിക്കുന്നത്. മാക്സ് ഫംഗ്ഷൻ എഴുതി കഴിഞ്ഞാൽ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ നേരത്തെ എഴുതിയ പോലെ ഇവിടെ എങ്ങനെയാണ്, നമ്മളിവിടെ താഴോട്ടാണ് അല്ലെ. ഈ സയൻസ് വിഷയത്തിന്റെ മാക്സിമം ആണ് നമ്മളോട് ഡിസ്പ്ലേ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്താണ്, ആദ്യത്തെ നമ്മുടെ ഇവിടെ സെല്ലിന്റെ പേര് എന്താണ്, B2 തന്നെയാണ് അല്ലെ. ആദ്യത്തെ സെല്ലിന്റെ പേര് B2 തന്നെയാണ്. B2 മുതൽ നമുക്ക് താഴോട്ടാണ് അല്ലെ. ഈ സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ മാർക്കുകൾ മാത്രം എടുത്താൽ മതി, നമുക്ക് ഇപ്പൊ മാത്സിന്റെ എടുക്കണ്ട അല്ലെ. അപ്പൊ B2 മുതൽ ഈ ഒരു 50 വരെയുള്ള അല്ലെങ്കിൽ 50 എന്ന് പറയുന്ന മാർക്ക് ഏത് സെല്ലിലാണോ അവസാനത്തെ മാർക്ക് അതാണല്ലോ, ആ സെല്ല് വരെയുള്ള ഡീറ്റെയിൽസ് ആണ് നമുക്ക് എടുക്കേണ്ടത്. സോ B2 എന്ന് പറയുന്ന സെല്ല് മുതൽ ഏതാണ് B5 എന്ന് പറയുന്ന സെല്ല് വരെയുള്ള ഡീറ്റെയിൽസിന്റെ അതിൽ ആ ഒരു മാർക്കുകളിൽ ഏറ്റവും മാക്സിമം മാർക്ക്, ഏറ്റവും വലിയ മാർക്ക് ഏതാണ് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ കാണിക്കേണ്ടത്. സോ നമ്മൾ അതിൽ എഴുതേണ്ട കാര്യം എങ്ങനെയാണ് നോക്കാം. ഓക്കെ, സോ എങ്ങനെയാണ് B2, B5 ബേസിക്കലി എഴുതിയാൽ മതി. അപ്പൊ ഈ ഒരു സെല്ലിലുള്ള എത്ര നമ്പർ ഉണ്ടല്ലോ ആ നമ്പറിലെ ഏറ്റവും വലിയ സംഖ്യ എന്ത് ചെയ്യും, അവിടെ എഴുതി കാണിക്കും. നമ്മൾ എന്ത് ചെയ്യുന്നു, എൻ്റർ ക്ലിക്ക് ചെയ്യുന്നു. സോ അവിടെ നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു ആൻസർ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അതിന്റെ ആൻസർ ആയി. ഓക്കെ, അപ്പോൾ ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. D ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ചെയ്യാനുള്ളത്. സോ D ക്വസ്റ്റ്യൻ. ഓക്കെ, റൈറ്റ് എ ഫോർമുല ടു ഡിസ്പ്ലേ ദ മിനിമം മാർക്സ് ഇൻ മാത്സ് സെൽ ഇൻ സെൽ C7. അപ്പൊ സെൽ C7 ആണ് അവിടെ മിനിമം മാർക്ക് എന്ന് കൊടുത്തിട്ടുണ്ട് C7 അല്ലെ. ഇവിടെയാണ് C7 വരുന്നത്. ഇവിടെ നമ്മളോട് എന്താണ് പറഞ്ഞിട്ടുള്ളത്, സോ ഇവിടെ നമ്മൾ മാക്സ് ഫംഗ്ഷൻ ആണ് നമ്മൾ ഉപയോഗിച്ചത്. ഇവിടെ സമ്മാണ്, ആവറേജിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആവറേജ് ഫംഗ്ഷൻ ആണ്. ഇനി നമ്മൾ മിനിമം മാർക്കാണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. സോ മിനിമം ഒരു
തന്നിട്ടുള്ള ഒരു ഡാറ്റകളിൽ ഏറ്റവും മിനിമം സംഖ്യയെ കാണാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് മിനിമം ഫംഗ്ഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ. അതിന് നമ്മൾ മിനിമം ഫുള്ള് നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി, നമ്മൾ ഫസ്റ്റ് നമ്മൾ ഫംഗ്ഷന്റെ ഫോർമുലയുടെ ഈക്വൽ ടു സൈൻ ഇടുന്നു, ശേഷം MIN മിനിമത്തിന്റെ MIN എന്ന് നമ്മൾ എന്ത് ചെയ്താൽ മതി, കൊടുത്താൽ മതി. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, ഏത് സെല്ല് മുതൽ ഏത് സെല്ല് വരെയുള്ള ഡാറ്റകളാണെന്ന് നമ്മൾ നോക്കണം. എവിടെയാണ് C2 മുതൽ നമുക്ക് എവിടെയാണ് C2 മുതൽ C5 വരെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇതിൽ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം. C2 മുതൽ C5 ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, സെയിം എൻട്രി ചെയ്യേണ്ട കാര്യമാണുള്ളത്. സോ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അതിൽ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടായിരിക്കാം. ഓക്കെ, അതായത് നമുക്ക് എന്തായാലും ഈ ഒരു സാധനം 99% നിങ്ങൾക്ക് ഉറപ്പാണ് ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അത് പൊതുവേ ഞങ്ങളുടെ അതിൽ കൂടുതൽ ഭാഗം നമുക്ക് എവിടെ നിന്ന് വരുന്നത്, എക്സൽ എന്ന് പറയുന്ന ആ ഒരു സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളത്. അതായത് നിങ്ങളുടെ എപ്പോഴും നിങ്ങൾ നമ്മുടെ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു 3-4 ഇതുപോലത്തെ ഫംഗ്ഷൻസ് ആയിരിക്കും അവർ ചോദിക്കുന്നുണ്ടായിരിക്കും. എന്നിട്ട് ആ ഒരു ഫംഗ്ഷന്റെ ഫോർമുലാസ് ഈ രൂപത്തിൽ നമ്മളോട് എഴുതാൻ പറയും. അപ്പോൾ അതേപോലെ കാൽക്കുലേഷൻസ് വരെയുള്ള നമുക്ക് ഫോർമുലാസ് നമ്മൾ അവിടെ എഴുതി വെച്ചാൽ മതി എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് അതിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നിങ്ങൾ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും, ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. സോ ഇത്രയും കാര്യമാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഒരു പ്രാക്ടിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള, മീൻസ് നമ്മൾ തിയറിക്ക് വരുന്നതാണെങ്കിൽ ഒരു പ്രാക്ടിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ഇനി നിങ്ങൾക്ക് ഈ ഡിസ്കസ് ചെയ്യുന്ന ഭാഗത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതുപോലെ തന്നെ ഇനി ഇതിലും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യം നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. ഓക്കെ, സോ ക്ലാസ്സുകളെല്ലാം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ക്ലാസ് ഇതോടെ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരുപാട് ക്ലാസ്സുകളുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.